ജാതകത്തിലെ കാരാഗ്രഹവാസം എന്ന് പറഞ്ഞ സമയത്ത് അത് ആദ്യമായിട്ട് അറിഞ്ഞത് എപ്പോഴായിരുന്നു? അത് അറിഞ്ഞത് ജയിലിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം. ഇപ്പോഴും നമ്മളെന്തോ ഒരു കുറ്റവാളിയാണെന്നുള്ള ഒരു ഇതിൽ പലരും നമ്മളെ അങ്ങനെ കാണുന്നുണ്ട്. പലരും എന്താണ് പല പരിപാടികളിൽ നിന്ന് നമ്മളെ, ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെയുള്ള പല പരിപാടികളും നമ്മളെ ഒഴിവാക്കുന്നുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യരുണ്ടാവില്ല. അങ്ങനെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെട്ട ആൾക്കാരുണ്ടോ? ധാരാളം. എൻ്റെ ഫാമിലി തന്നെ ഉണ്ടല്ലോ. ഒരു ആക്ട്രസ് ആണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്. അപ്പൊ അവര് ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളിൽ നിന്നുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ജയിലിലോട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാം ലോക്ക് ചെയ്തു, ഇതിൽ ലോക്ക് ചെയ്തിട്ടിരിക്കും. ഇവരെല്ലാം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, ഡെയിലി കാണുന്നതല്ല. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കും, ഭയങ്കര ബഹളം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതേപോലെ ജോലി സ്ഥലത്ത് ചേച്ചിക്ക് ഇപ്പം അവസരങ്ങൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കിട്ടേണ്ട റോൾസ് പിന്നീട് മാറ്റി പോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ജയിലിൽ നിന്ന് വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പല അത് ചെയ്തുകൊണ്ടിരുന്ന സീരിയലിലെ ഡയറക്ടേഴ്സിനെ തന്നെ വിളിച്ച് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്, ഈ ജയിലിലൊക്കെ അഭിനയിച്ച് ജയിലിൽ കിടന്നവരൊക്കെയാണോ ഇതിൽ അഭിനയിക്കാൻ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ സ്പീക്കറിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചി ആ ഒരു സൈബർ ബുള്ളിങ്, ആ ഒരു ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ നേരിട്ടത്? മീൻസ് ഓൾറെഡി എൻ്റെയൊക്കെ ഈ മോർഫിങ് വന്നിട്ടുള്ളത് നമുക്കറിയാം, അത് മോർഫിങ് ആയിരുന്നു എന്നുള്ളത് അറിയാം. ഇപ്പോഴും ഈ പറഞ്ഞ പോലത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ എനിക്ക് വരാറുണ്ട്. ഇപ്പം നാളൊരു എന്തായാലും ഇപ്പൊ കൂട്ടാഗ്രഹമുണ്ട്, അപ്പൊ ഇനിയൊരു ശാലുമേനോൻ ഇനി അടുത്തൊരു വിവാഹത്തിലേക്ക് ചുവടെടുത്ത് വെക്കുമോ? ഇനിയൊരു വിവാഹം ഉണ്ടാവും. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഫസ്റ്റ് തന്നെ ഒരു ഇത് പറയാണ്, എനിക്ക് ആക്ച്വലി വയ്യ, എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വരുന്നത്. സോ ഇന്ന് എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ആൾ. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ സധൈര്യം നേരിട്ട് ഒരിക്കലും ഞാൻ തോക്കില്ല, ഒന്നിനും എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വളരെ വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ആക്ട്രസ് ആണ്, ഡാൻസർ ആണ്, സിംഗർ ആണ് ആൻഡ് വാട്ട് നോട്ട്. നമുക്ക് വെൽക്കം ചെയ്യാം ശാലുമേനോൻ. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. നമസ്കാരം. വളരെ സുന്ദരിയായിട്ടുണ്ട്, നല്ല വള, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു, അത് മുടങ്ങി തന്നെ ഇപ്പോഴാണ് ശരിയായത്. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇങ്ങനെ എന്താണ് ഷൂട്ടൊക്കെ ആയിട്ട് പോകുന്നു. പ്രോഗ്രാമിൻ്റെ കുറച്ച് റിഹേഴ്സൽസും ഒക്കെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. എനിക്ക് തോന്നുന്നു സീരിയൽസിൽ നിന്ന് അതായത് ഡാൻസിന്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. 60 വർഷത്തിന് മേലെ, 64 ഈ വർഷം, ഇപ്പൊ 64 വർഷം പാരമ്പര്യമുള്ള ഒരു ഡാൻസ് സ്കൂള് എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടെന്ന് എൻ്റെ അറിവിലുണ്ടോ? വേറെ ഉണ്ടോ? കേരളത്തിൽ ആ ഒരു പാരമ്പര്യം, ഡാൻസിന്റെ പാരമ്പര്യം. പിന്നെ ആക്ടർ ആണ്, ഇപ്പം സീരിയൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെയൊക്കെ വില്ലത്തിയായിട്ടും പ്രേതായിട്ടും ഓക്കെ. ഞാൻ ആദ്യം തന്നെ ചെയ്തി വില്ലത്തി വേഷങ്ങൾ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നിരിക്കും. അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ആക്ടിങ് ആണ്. അപ്പൊ ഈ വില്ലത്തി വേഷങ്ങൾ ചെയ്യുമ്പോൾ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ നീ മറ്റേ നോയികേനും ഇത് സ്ഥിരം കേൾക്കാറുണ്ട് ഉള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സീരിയലിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് എനിക്കൊരു ബ്രേക്ക് കിട്ടുന്ന സീരിയൽ എന്ന് പറയുന്നത് സ്ത്രീ ജന്മം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലായിരുന്നു. മായമ്മയുടെ കഥ, ഒരു നോവലായിരുന്നു മായമ്മയുടെ കഥ. അപ്പം അതിലെ പക്ക വില്ലത്തി, അന്നത്തെ സമയത്ത് 1000 എപ്പിസോഡ് പോയിരുന്നു. അതിൽ ഞാനായിരുന്നു ത്രൂ ഔട്ട് വില്ലത്തിയ. എനിക്ക് തോന്നുന്നു 1000 എപ്പിസോഡിൽ ഏറ്റവും ലാസ്റ്റ് ഒരു 2 എപ്പിസോഡ് മുന്നേ ആയിരിക്കും ഈ ക്യാരക്ടർ പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് കഴിഞ്ഞ് പോവാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മൂമ്മയാണ് ഉള്ളത് കൂടെ. അപ്പം അമ്മ ഞാനിവിടെ ഇങ്ങനെ എൻ്റെ വീട്ടിൽ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് അവിടെ നിൽക്കുക. അപ്പം ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ ഈ സമയത്ത് ഈ മലബാർ ആ ഭാഗത്തുള്ള ഫാമിലിയാന്ന് തോന്നുന്നു, ഒരു കുറേ പേരുണ്ട്, മക്കള്, കൊച്ചുമക്കള്, അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരോ ചെന്ന് പറഞ്ഞാന്ന് തോന്നുന്നു, അപ്പം ഇങ്ങനെ ഇന്ന സീരിയലിൽ ഇന്നാണെന്നൊക്കെ പറയുമായിരിക്കുമല്ലോ പിള്ളേരെന്ന് പറഞ്ഞാന്നു. അപ്പം ഞാനും അമ്മൂമ്മയും കൂടെ എവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇതുപോലെ വന്നിട്ട് എനിക്ക് പിന്നെ ഞാനും അമ്മയോട് വർത്തമാനം പറയുമ്പോൾ എനിക്കിവിടെ ഒരു അടിയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രായമുള്ളൊരു അമ്മൂമ്മയാണ്, മക്കളല്ല അമ്മൂമ്മ തന്നെയാണ്. അപ്പം അമ്മൂമ്മ വന്നിട്ട് എടി, അപ്പം ഇപ്പം ഇവരും കൂടെ വന്നു. ഇപ്പം ഈ മക്കളൊന്നും പ്രതീക്ഷിച്ചു, നമ്മൾ ഈ അടിക്കുന്നൊന്നും അവർക്കും പ്രതീക്ഷയില്ലല്ലോ. ഇവരൊന്നും അയ്യടാന്ന് ഇപ്പം അടിച്ചപ്പോഴത്തേക്കും. അപ്പം നീ എൻ്റെ ആ മായമ്മയായിട്ട് കഷ്ടപ്പെടുത്തുകയല്ലേ, നിന്റെ മുഖത്ത് തന്നെ കളലക്ഷണമുണ്ട്, നീ ഗതി പിടിക്കത്തില്ലൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ കിടന്നങ്ങ് ഷൗട്ട് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വേദനിച്ചു കേട്ടോ. പക്ഷെ പിന്നെ ഞാനിങ്ങനെ
നമുക്കൊരു അംഗീകാരമല്ലേ അത്. പിന്നെ ഈ മക്കൾ വന്ന് പറഞ്ഞു അമ്മ ഇതെന്തോ ഇത് റെയിൽവേ സ്റ്റേഷനിൽ ചുമ്മാ അവരങ്ങനെ ചെയ്യരുത്, അവർ അഭിനയിക്കുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലില്ല എനിക്കൊന്നും കേൾക്കില്ല, ഇവിടെ ഞാൻ ഡെയിലി ഞാൻ ഇവിടെ എൻ്റെ കൈ എന്ന് പറഞ്ഞ് ഇവരെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു അവാർഡായിരുന്നു. അതെ അതെ ചെയ്ത ക്യാരക്ടർ അവർ അത്രയും അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ശരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത്. അത് ഇപ്പം ഞാൻ തന്നെ അല്ലോ, എനിക്ക് തോന്നുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകൾ അങ്ങനെ പറയാറുണ്ട്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരെല്ലാം കുറച്ച് സീനല്ലേ, പുറത്തിറങ്ങുമ്പോൾ ബോഡി ഗാർഡ്സ് ഒക്കെ വേണം, ചുറ്റും തല്ലുള്ള. പക്ഷേ ചേച്ചി കമ്പാരിറ്റീവ്ലി ഫിലിം റോൾസ് കുറവാണ് ചെയ്തത് ഫിലിമിൽ. അപ്പം അത് മനഃപൂർവ്വം ഇപ്പൊ സീരിയലിന്റെ തിരക്കുകൾ കാരണം അത് കുറഞ്ഞതാണോ? അല്ല, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് സിനിമ തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് കവർ സ്റ്റോറി, സുരേഷ് ഏട്ടൻ്റെ കൂടെയുള്ള ഒരു തബു ആയിരുന്നു. 2 പെണ്ണുങ്ങളെ, ഒന്ന് തബു ഒന്ന് ഞാനും, ഇത്രയുള്ളത്. ബാക്കി എല്ലാം ആണുങ്ങളുടെ ആയിരുന്നു. അപ്പം അങ്ങനെ ആ പടം ചെയ്തു. പിന്നെ അതിനുശേഷം വക്കാലത്ത് നാരായണൻകുട്ടി ചെയ്തു, അതിൽ ജയറാമേട്ടൻ്റെ പെങ്ങളായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ സീരിയലിൽ നിന്ന് ഓഫർ വന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് നല്ല ക്യാരക്ടേഴ്സാണ്, നല്ല എല്ലാം വെറൈറ്റി ക്യാരക്ടേഴ്സ്. പക്ഷെ എനിക്ക് ഉള്ളിൽ കിടക്കുന്ന എനിക്ക് സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയങ്കര. പിന്നെ എനിക്ക് വന്ന കഥാപാത്രങ്ങളൊക്കെ കൂടുതൽ സീരിയൽസിൽ നിന്ന് വന്നു. പിന്നെ നായികയായിട്ട് ചെയ്തിരുന്നു സംഭവാമി യുഗേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു പടം. പിന്നെ സീരിയൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സിബി മലയാളി സാറിൻ്റെ മണിച്ചേട്ടൻ്റെ നായികയായിട്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ ശരിക്കും ഫസ്റ്റ് പടം എന്ന് പറയാം. അതിനുശേഷമാണ് പിന്നെ ബ്രേക്ക് ചെയ്തിരുന്നു. പിന്നാണ് മറ്റേ നമ്മളൊക്കെ വന്നത്. അപ്പം ആ പടത്തിൽ നായികയായിട്ട് വന്നു. എന്നിട്ടും എനിക്ക് കൂടുതൽ ഈ സീരിയലിൽ നിന്നല്ല, കാരണം ഇപ്പം എന്താണ് ഒരു പാർവതി ദേവിയായിട്ടും ഡിവോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ ഈ വില്ലത്തി, ഈ ഫുൾ കറപ്പിച്ചിട്ട് കൊല്ലത്തി, ഇതൊക്കെ അങ്ങനെ ഭയങ്കര വെറൈറ്റി ക്യാരക്ടേഴ്സ് സീരിയലിൽ നിന്ന്. പിന്നെ ഞാൻ പതുക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടായി. പിന്നെ എനിക്ക് ഓഫേഴ്സ് ശരിക്കും സിനിമയിൽ നിന്ന് കുറവായിരുന്നു. ഇത് സീരിയൽ ചെയ്യുമ്പോഴും ഉള്ളിൽ എനിക്കിങ്ങനെ നല്ലൊരു കഥാപാത്രം, എനിക്കിങ്ങനെ നായിക അങ്ങനെയൊന്നുമില്ല, ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും മനസ്സിൽ നിൽക്കത്തക്ക രീതിയിലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ അതങ്ങനെ വിളിച്ചത് കുറവായിരുന്നോണ്ട് ഞാൻ പിന്നെ സീരിയലിലോട്ട് അങ്ങ് തിരിഞ്ഞു. എനിക്ക് തോന്നുന്നു ഡാൻസ് റിലേറ്റഡ് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ സിനിമയിൽ അങ്ങനെയൊക്കെ. അതൊക്കെ ആയിരുന്നു ആദ്യത്തെ ഭയങ്കര ആഗ്രഹം, നല്ലൊരു മണിച്ചിത്ര താഴ് പോലത്തെയൊക്കെ ഒരു കഥാപാത്രമൊക്കെ കിട്ടാൻ. പിന്നെ അത് എനിക്ക് അതിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നായിരുന്നു പിന്നെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഡാൻസ് സ്കൂളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നത്, എന്താ അവരുടെ വിശേഷങ്ങളൊക്കെ? ഡാൻസ് സ്കൂള് എനിക്ക് 6 ബ്രാഞ്ചസ് ആണുള്ളത്. അത് ഞങ്ങൾക്ക് ഇപ്പം 26 വർഷമായി ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട്. അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ കാരണം എനിക്ക് ഓൾറെഡി നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, 10-15 ടീച്ചേഴ്സ് ഉണ്ട്. കൂടാതെ ഞാൻ സാറ്റർഡേ സൺഡേ മിക്കപ്പോഴും കുട്ടികളുടെ ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഞാനും ഉണ്ടാവും. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടികളുമായിട്ടാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റ് അവരുമായിട്ടാണ്. കാരണം എപ്പോഴും എല്ലാ ശനി ഞായറും ക്ലാസ് എടുക്കുന്നു. അപ്പോൾ അത് കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെ പോകുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറുപ്പത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1997 ആ ഒരു ഇയർ ലൈഫിൽ കുറച്ച് മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരിക്കും. പ്രിയപ്പെട്ട ആൾക്കാരുടെ വേർപാടൊക്കെ. അതെ അതെ അതെ. എങ്ങനെയായിരുന്നു അതൊക്കെ തരണം ചെയ്തത്? എവിടെ നിന്ന് ഈ ഒരു ധൈര്യം? കാരണം എല്ലാം വെച്ച് നോക്കുമ്പോഴും നമ്മൾ വളരെ എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്തു എന്നുള്ളൊരു സാധനമല്ലേ. അപ്പോൾ ഈ ഒരു ധൈര്യത്തിന്റെ ഉറവിടം എവിടെ നിന്നാ? ശരിക്കും എൻ്റെ ജീവിതം എന്ന് പറയുന്നൊരു ബുക്കാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് ശരിക്കും. കാരണം തുടക്കം തൊട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ, എൻ്റെ കുടുംബത്തിൽ തന്നെ 3 മരണം ഒരുമിച്ചായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷൻ അപ്പൂപ്പൻ്റെ മരണം, അതിനുശേഷം ഒരു 3 മാസം കഴിയുമ്പോൾ അച്ഛൻ മരിക്കുന്നു. അച്ഛൻ മരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റ് നടക്കുന്ന സമയം. സ്റ്റേറ്റിൽ ഞാൻ മോഹിനിയാട്ടത്തിൽ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു മുസ്ലിം അധ്യാപകനായിരുന്നു, അബു മാഷ്. അദ്ദേഹം ഇപ്പം കാലടി യൂണിവേഴ്സിറ്റിയിലെ HOD ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഇറക്കുന്ന കുട്ടിയാണ് ഞാൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ തയ്യാറായിട്ട് മത്സരത്തിനൊക്കെ പോകാൻ അവിടെ നിന്നു, അവിടെ ചെല്ലുന്നു. അന്ന് ഈവനിങ് ആണ് മത്സരം. ഈ സമയത്താണ് എൻ്റെ അച്ഛൻ്റെ ഈ മരണ സംഭവം വരുന്നു. നമ്മൾ പെട്ടെന്നല്ല. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, സാറിന് ആദ്യമായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എനിക്ക് മത്സരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അദ്ദേഹത്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഞങ്ങൾ തിരിച്ചിതറിഞ്ഞു, ഞങ്ങൾ തിരിച്ചിവിടെ വന്നു. പിന്നെ നമ്മൾ പോകുന്നില്ലല്ലോ, ഓൾറെഡി ചടങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനുണ്ട്, അപ്പൂപ്പന് ഭയങ്കര നിർബന്ധം പോയേ പറ്റുള്ളൂ. കാരണം അച്ഛനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതിനൊക്കെ പോകും. അപ്പം അച്ഛൻ ആ ബോഡി അവിടെ കിടത്തിയിരിക്കുക. അപ്പം അപ്പൂപ്പൻ പറയുന്നു, ഒരു കുഴപ്പമില്ല, മോളിത് മത്സരിച്ചിട്ട് വരാം. അപ്പം പിറ്റേന്നേ ഉള്ളൂ അടക്കുന്നുള്ളൂ, അന്ന് വൈകുന്നേരം അല്ലേ മേലെ. അപ്പം പോയി കളിച്ചിട്ട് അത് അച്ഛന് ഭയങ്കര സന്തോഷം. എന്നിട്ട് ഈ അച്ഛൻ്റെ വീട്ടുകാരാണ് എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ പോവുക.
അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. എന്നിട്ട് ഞാൻ പോയി പെർഫോം ചെയ്തു. കാരണം ഇവരെല്ലാം എന്നെ സമ്മതിക്കത്തില്ല, ഇവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി പെർഫോം ചെയ്ത് റിസൾട്ട് വരുമ്പോൾ എനിക്കാണ് ഫസ്റ്റ്. അന്ന് ഓക്കെ 36. അന്ന് എൻ്റെ കൂടെ മത്സരിച്ച കാവ്യൊക്കെ. കാവ്യ ഞാനൊക്കെ ഒരുമിച്ചായിരുന്നു. അതോ വെളുപ്പാങ്കാലത്ത് കാവ്യൊക്കെ ഇരുന്ന് ഉറങ്ങുക അവിടെ ഇരുന്ന്. മത്സരം ഇങ്ങനെ 36 മോഹിനിയാട്ടം ഉണ്ടായിരുന്നേ. അപ്പം വെളുപ്പിനെയാണിത് തീരുന്നത്. അപ്പം നമ്മുടെ കാവ്യൊക്കെ ഇരുന്ന് ഉറങ്ങി, ഞങ്ങളെല്ലാവരും ഉറങ്ങരുത്. കാരണം ഇത്രയും സമയമല്ലേ, 4 മണിക്ക് ഒരുങ്ങിയിരിക്കുന്ന. അങ്ങനെ വന്ന് പിന്നെ രാവിലെ മത്സരം കഴിഞ്ഞു, റിസൾട്ട് അപ്പം തന്നെ അനൗൺസ് ചെയ്തു ഫസ്റ്റ്. എന്നാലും നമുക്കിതൊന്നും അല്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന്, ഇതെനിക്ക് മറക്കാനാവാത്തൊരു കാര്യമായിരുന്നു, അച്ഛൻ്റെ ആ ഒരു ഇത്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ഈ പറഞ്ഞ പോലെ അല്ലാത്ത കുറച്ചുകൂടെയൊക്കെ വളർന്നു കഴിഞ്ഞ് ഈ പറഞ്ഞ ഈ അടുത്തിടയ്ക്കുള്ള ഇഷ്യൂസും ഇപ്പം എല്ലാം അതെന്തുവാണെന്നറിയില്ല. എനിക്ക് ജാതകത്തിലുള്ളതാണ് ഇങ്ങനെ കുറച്ച് അനുഭവിക്കണം എന്നുള്ളത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കലയെ അതുപോലെ എന്താണ് ജീവൻ്റെ തുല്യം സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നമുക്ക് എന്താ അതിലൊരു പിന്നെ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. അതിന് പുറത്താണ് ഇങ്ങനെ പോയത്. ഇപ്പോൾ ഡാൻസ് ചെയ്യും, ആക്ട് ചെയ്യും, പാട്ടും പാടും അല്ലേ ചെറുതായിട്ടൊക്കെ? ചെറുതായിട്ടൊക്കെ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇഷ്ടപ്പെട്ടൊരു പാട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം. അതെ ഡെഡിക്കേറ്റ്, അതെ ഒത്തിരി പേര് പ്രേക്ഷകർക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതിയേ. എന്നും എന്നും എന്മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞുമാരെ കുളിരായി നീ അരികെ. ഒരു പൂവിൻ്റെ പേരിൽ നീ ഇഴനെയ്തരാഗം ജീവൻ്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു. ഇനി നിമിഷം വാചാലം എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്ത ലതികേ. ഇത്ര മതിയില്ലേ? അവർ വെറുത്തു. നല്ല സൗണ്ട് ആട്ടോ. ആണോ? ഓ താങ്ക് യു. ഈ പാട്ട് പ്രത്യേകമായിട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്? പ്രത്യേകമായിട്ട് പ്രണയമാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റൊമാൻറ്റിക് സോങ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയേ ഉള്ളൂ. ജീവിതത്തിൽ പ്രണയം സൂക്ഷിക്കുന്ന ഒരാളാണ് ഇപ്പോഴും? പ്രണയം ഇഷ്ടമുള്ളൊക്കെ ആളാണ്. പ്രണയം ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, അതൊക്കെ ട്രാജഡിയിലോട്ടൊക്കെ പോയി. സ്വാഭാവികമായിട്ട് പോയി. പിന്നെ എന്താണ്, പിന്നെ ഡാൻസിനോടൊരു പ്രണയമാണ് അല്ലേ? അതെ. അല്ലാതെ ഇപ്പം എന്താ വേറെ പ്രത്യേകിച്ച് പ്രണയമൊന്നും ഇപ്പം ഇല്ല. ചോദിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പാട്ട് പാടി ഡാൻസറാണല്ലോ, അപ്പം നമ്മളിവിടെ വരുന്ന മിക്ക ഡാൻസേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് നവരസങ്ങൾ എന്ന് പറയുന്നത്. ഡാൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചേച്ചിയുടെ ആ എക്സ്പ്രഷൻസ് കാണാൻ ഒരാഗ്രഹം. നവരസങ്ങൾ ശൃംഗാരം കാണിക്കാൻ അറിയാം. ശൃംഗാരം ഇവിടുന്ന് ശൃംഗാരം, ഹാസ്യം, ഹാസ്യം, രൗദ്രം, രൗദ്രം, ഭയാനകം, അത്ഭുതം, ബീഭത്സം, കരുണം, ശാന്തം, സൂപ്പർ. താങ്ക് യു. ഇപ്പം ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണല്ലേ? അതെ. ആ ഒരു ചെറുപ്പം മുതലേ വന്നൊരു വിശ്വാസമാണോ? അതെ അതെ, അങ്ങനെ തന്നെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ ജാതകത്തില് കാരാഗ്രഹവാസം എന്ന് പറഞ്ഞ സമയത്ത് അത് ആദ്യമായിട്ട് അറിഞ്ഞത് എപ്പോഴായിരുന്നു? അത് അറിഞ്ഞത് ജയിലിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം.
അതല്ല രസം. നമ്മൾ ഈ ജ്യോത്സ്യത്തിനോട് അങ്ങനെ ഭയങ്കര ക്രൈസ് ആണെന്ന് വെച്ചാൽ അല്ല. ഇന്ന് അത്യാവശ്യമൊക്കെ നമ്മൾ നോക്കുക. അപ്പം ഞങ്ങൾ ഈ സ്ഥിരം നോക്കുന്ന ഒരു അദ്ദേഹം മരിച്ചു പോയി ഇപ്പം, അതുകൊണ്ട് പറയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഇവരിങ്ങനെ നോക്കിയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് അടിപൊളി സമയം എല്ലാം കൊണ്ടും മറ്റേ രാജയോഗമാണ് അങ്ങനെ എന്നൊക്കെ കുറേ പറയുമല്ലോ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെയുള്ള പരിഹാരമൊക്കെ പറഞ്ഞുതരും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിന് ശേഷം ഈ ജയിലിൽ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വേറൊരു നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ പോയി ഇങ്ങനെ നോക്കിച്ചപ്പോൾ അദ്ദേഹം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതിൽ ജാതകത്തിലുണ്ടേ കാരകവസ്ഥ ചെയ്തു. പക്ഷെ ഈ ആദ്യം നോക്കിയവരൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മനസ്സിലായി ഓൾറെഡി ഇത് നമുക്ക് ഉള്ളതാ. അങ്ങനെയാണ് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞുപോയി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, നമ്മളിപ്പം ഒരു കാരണത്തിൽ ഇപ്പൊ ജയിലിൽ പോകുന്ന സമയത്ത് സമൂഹം നമ്മള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവരറിയില്ല. ജയിലിൽ പോയാ നീ കുറ്റവാളിയാന്നുള്ളതാണ്, നീ തീർന്നു, നിന്റെ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്തും പുറത്തിറങ്ങിയ സമയത്തും എന്തായിരുന്നു മനസ്സിൽ? കാരണം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അറിയില്ല, പുറം ലോകമായിട്ട് ബന്ധമില്ല, ഏതാണ് കാര്യങ്ങൾ അറിയില്ല, പിന്നെ കുറെ ഫേക്ക് ന്യൂസസ് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ എന്തായിരുന്നു? അല്ല, ആ സമയങ്ങളിൽ ശരിക്കും ജയിലിലുള്ള സമയത്ത് എൻ്റെ അമ്മ 2 ദിവസം കൂടുമ്പോൾ വരുമായിരുന്നു എന്നെ കാണാൻ. അപ്പൊ എനിക്ക് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയില്ല, ആദ്യം ചെന്ന ഒരാഴ്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ, ജീവിതത്തിൽ ഇങ്ങനെ ഇത് വന്നപ്പം അത് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനും അമ്മൂമ്മയുള്ള ഒരു കുടുംബത്തിനകത്തുനിന്ന് ഞാൻ ഈവൻ ഒരു പുറത്തൊരു ഷോയ്ക്ക് പോകണമെങ്കിൽ പോലും അമ്മയില്ലാതെ ഞാൻ ഇന്നുവരെ ഒരിടത്തും പോയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ഇത്രയും ദിവസം 49 days ആയിരുന്നു മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്തോ ഒരു ശക്തി തരുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പിടിച്ചു നിൽക്കുക, അങ്ങനെ ഇതും ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ അമ്മ 2 ദിവസം കൂടുമ്പോൾ വരുന്നു. അപ്പോൾ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂസിൽ നമ്മൾ കാണിച്ച സ്കൂൾ അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ. അപ്പം ഇതൊന്നും അമ്മ വരുന്നതുകൊണ്ട് എനിക്കറിയാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കുട്ടികൾ ഇവരെല്ലാം പോവും, സ്കൂളൊക്കെ നിർത്തും, ഇതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അമ്മ എപ്പോഴും സ്കൂളും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് അമ്മ തന്നെ അത് നോക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അപ്പം എനിക്ക് അതിലൊന്നും വിഷമമില്ലായിരുന്നു. പിന്നെ എന്താണ്, പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം സ്ഥലത്തൊന്നും ഒരു മോശം ഇതോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പോഴും നമ്മളെന്തോ ഒരു കുറ്റവാളിയാണെന്നുള്ളൊരിതിൽ പലരും നമ്മളെ അങ്ങനെ കാണുന്നുണ്ട്. പലരും പല പരിപാടികളിൽ നിന്ന് നമ്മളെ, ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെയുള്ള പല പരിപാടികളും നമ്മളെ ഒഴിവാക്കുന്നുണ്ട്. അതിപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ധാരണ നമ്മളെന്തോ ഒരു കുറ്റം ചെയ്ത ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഈശ്വരനറിയാം, നമുക്കും അറിയാവുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ ജനങ്ങൾ അങ്ങനെ കണ്ടിട്ട് നമ്മളെ പല സ്ഥലത്തുനിന്നും ഇപ്പോഴും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളെ പല സ്ഥലത്തു നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലർക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഇവരുടെ അടുത്ത് സംസാരിച്ചത്, അതൊക്കെ ഇപ്പോഴും ചിലരുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുന്ന ഒരാൾ. എന്തായാലും ഇതിനൊരു ദൈവം കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങ് പോകുന്നേ ഉള്ളൂ. പക്ഷെ പല സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് മാനസികമായിട്ട്. ഇത് കഴിഞ്ഞിട്ട് 14 പിന്നെ 2014 ഇത്. ഇപ്പൊ 10 വർഷമായി. പക്ഷെ 10 വർഷങ്ങൾക്ക് ശേഷവും ആൾക്കാർ ഓൾറെഡി കേസ് കഴിഞ്ഞില്ലേ? അതെ, എല്ലാം കഴിഞ്ഞിട്ടും ആ ഒരു ഇങ്ങനെ ഇതിലെന്താണെന്നറിയോ, ശരിക്കും ഈ കേസ് വരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഹൈപ്പിൽ അങ്ങ് എത്തി. അവിടെ അങ്ങനെ ഇങ്ങനെ ഇതൊന്നും കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ അങ്ങ് വരികയല്ലേ. പക്ഷെ നേരെ പറഞ്ഞ് എന്നാൽ ആ ഒരു ഹൈപ്പ് കേസ് എല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോഴൂടെ ഇത് നമുക്ക് കിട്ടി, അത് ഇല്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്ത് അത്രയും ഇത് തന്നെ നമുക്കിതെല്ലാം വിട്ടു, അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വന്നു എന്ന് അതും കൂടെ നമ്മുടെ ഈ മീഡിയാസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനപ്രയാസമാണ് ശരിക്കും. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ജനങ്ങൾക്കാണെങ്കിൽ അതൊന്ന് മനസ്സിലാവും, ഇത്ര പിള്ളേരല്ല ഇങ്ങനെ ആയിരുന്നു. അതൊക്കെ നമുക്കൊരു വിഷമമായിട്ടുള്ള കാര്യമാണ്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മുടെ ഭാഗത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള ഒരു അവസരം കൂടി. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഈ ഇതിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവാ. പക്ഷെ
ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ നമ്മള് സ്ക്രീനിൽ ഇപ്പൊ വില്ലത്തിയായിട്ട് കാണുന്ന പല ആൾക്കാരും അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഇല്ലാക്കഥയൊക്കെ പറഞ്ഞ് കേൾക്കുന്ന പല ആൾക്കാരും റിയൽ ലൈഫിൽ ചിലപ്പോൾ ഭയങ്കര സാധുക്കളായിരിക്കും. അത് അവർ അടുത്തറിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആൾക്കാർ അടുത്തറിയാൻ നോക്കുന്നില്ല, ആൾക്കാർ എന്തെങ്കിലും കേൾക്കുക, അത് ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇപ്പോഴത്തെ കാലം അതാണ്. അതെ അതെ. പക്ഷെ സ്റ്റിൽ സ്ട്രോങ് ലേഡി. പഠിച്ചു. എന്താ ഇപ്പം ലൈഫിൽ ഞാൻ കേട്ടിരുന്നു, പണ്ട് വളരെ പാവായിരുന്നു, ദേഷ്യം വരില്ല, എല്ലാവരും വിശ്വസിക്കും, മണ്ടത്തിയായിരുന്നു, കണ്ണടച്ച് ഇത് പാലാന്ന് പറഞ്ഞ ആളായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ എങ്ങനെയാണ് ഷാലു മേനോൻ എന്ന് പറയുന്ന ഒരു? ഇപ്പം ഞാൻ അത്യാവശ്യം ബോൾഡാണ്, ഓവർ ബോൾഡ് ഒന്നുമല്ല, അത്യാവശ്യം ബോൾഡാണ്. ആൾക്കാരെ കുറച്ചൊക്കെ തിരിച്ചറിയാം, അതനുസരിച്ച് ഞാൻ നിൽക്കാറുള്ളൂ. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ബൗണ്ടറി വെച്ചിട്ടുണ്ട്, ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇപ്പൊ പഠിച്ചൊരു പാഠം എന്തായിരിക്കും ജീവിതത്തിൽ പഠിച്ച പാഠം? അതിലെ ഏറ്റവും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, ഒരാൾ പറയുന്ന കാര്യം അതുപോലെ കേൾക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അബദ്ധം പറ്റിയ ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം പഠിച്ചു. പിന്നെ എല്ലാത്തിനെയും വളരെ കൂളായിട്ട് വിടുക. അല്ല അതിങ്ങനെ പിന്നെ അതിരുന്ന് ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ചിന്തിച്ചിങ്ങനെ ഇരിക്കും, പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നോക്കുക, അത് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, പിന്നെ നമ്മൾ വിട്ടുകളയാ വല്ലി അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം ഒരു ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും വരും, ഈ കൽക്കണ്ടത്തിൽ തേനീച്ച ഉറുമ്പൊക്കെ വരുന്ന പോലെ. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യരുണ്ടാവില്ല. അങ്ങനെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെട്ട ആൾക്കാരുണ്ടോ? ധാരാളം. എൻ്റെ ഫാമിലി തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരുണ്ടല്ലോ. ഈ സമയം വന്നപ്പം വീടിൻ്റെ അടുത്ത് വരെ വന്നിട്ട്, അതായത് എൻ്റെ കേസിൻ്റെ ആ സമയത്ത് ഓൾറെഡി എൻ്റെ വീട്ടിലവിടെ ഫുൾ മീഡിയാസ് ആയിരുന്നു. ആ മീഡിയാസ് വരുന്ന സമയം ഇവരെ, അത് ഞാൻ കൊച്ചിയിലേ തൊട്ടേ, ഞാൻ ഈ മത്സരിക്കാൻ പോകുന്ന അപ്പം തൊട്ടേ കാണുന്ന ചേട്ടന്മാരൊക്കെ പല ചാനലിലുള്ളത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോഴും നമുക്കിങ്ങനെ ഒരു ഉണ്ടാവില്ലല്ലോ, നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എന്നുള്ള രീതിയിലല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവർക്ക് ചായ ഒക്കെ കൊടുക്കും. നമ്മുടെ ഈ മീഡിയസ് ചേട്ടന്മാർക്കൊക്കെ ചായയും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവരിങ്ങനെ നമ്മളെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന ഒരു സമയത്ത് അതെ നമ്മുടെ ഈ മീഡിയാസ് അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാരണം എൻ്റെ ഫാമിലിയുള്ള കുറച്ച് പേര് വന്നിരുന്നു ഈ സമയത്ത്, അവിടെ ഓടി വന്ന ഈ സമയത്ത് ഇവിടെ പോലീസുകാരും കാണുമ്പോഴത്തേക്കും ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്കും പ്രശ്നം. നേരെ പോയവരുണ്ട്, നേരെ പോയി അവിടെ വന്ന് വീട്ടിൽ വന്നതാ. അത് ഈ നമ്മുടെ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെ പറയും, നിങ്ങളുടെ സ്വന്തക്കാരത് ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ നിന്നിട്ട് ഇനി അവരെ വല്ല അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് പോയ ആൾക്കാരുണ്ട്, കുടുംബത്തിലുള്ളവർ തന്നെ. പക്ഷെ അവരാരും ഈ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ജയിലിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ അമ്മയും അമ്മൂമ്മയും അമ്മയുടെ ഒരു ആങ്ങളയുണ്ട്, പിന്നെ ഈ പേരൻസും. 2 ദിവസം കൂടുമ്പോൾ അമ്മയുടെ അടുത്ത് ഈ പേരൻസ് വരുമായിരുന്നു. അമ്മ കുഴപ്പമില്ല നമുക്ക്, ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തു എന്നെ കാണാൻ വരാൻ ജയിലില്ല. അപ്പം അമ്മ പറഞ്ഞത് അത് വേണ്ട, കാരണം ചിലപ്പോൾ അതെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പിള്ളേരും ഇവരൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അമ്മ അത് ഡ്രോപ്പ് ചെയ്തു, വേണ്ട. അപ്പോൾ ഇവർ ചെല്ലുമായിരുന്നു അമ്മയുടെ അടുത്ത്. പക്ഷേ കുടുംബക്കാരും ഉണ്ടായിരുന്നില്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇത്രയും പേരെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നിറങ്ങി ഞാൻ ഡാൻസ് ക്ലാസ് പഠിപ്പിക്കാൻ പോന്നു, പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പഴയതിലും കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞു പോയവരൊക്കെ ഇപ്പം വീണ്ടും വന്ന് സഹകരിക്കുന്നുണ്ട്, നമ്മളും സഹകരിക്കുന്നുണ്ട്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി എല്ലാവരും എന്തായിരുന്നു എങ്ങനെയായിരുന്നു കൂടെ ഉള്ളവർ ഒക്കെ മനസ്സിലാക്കി. ഇപ്പോഴും അവർ വരുന്നുണ്ട്, നമ്മൾ സഹകരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ജയിലിൽ പോകുന്ന സമയത്ത് ഇപ്പം സാധാരണ ഒരു ആളല്ല പോകുന്നത്, ഒരു ആക്ട്രസ് ആണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്. അപ്പൊ അവര് ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളിൽ നിന്നുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവിടെ അവര് ജയിലിലോട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പം നമ്മൾ ശരിക്കും സിനിമയെ കാണുമ്പോൾ വലിയ നമ്മുടെ ലാലേട്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഇവരിങ്ങനെ ഇതിനകത്തോട് നോക്കുകയും ഒക്കെ ഭയങ്കര ബഹളമല്ല, നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അവർ നോക്കുക ഇതേപോലെ ആയിരുന്നു എന്നെ കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, ഡെയിലി കാണുന്നതല്ല. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കും, ഭയങ്കര ബഹളം, അങ്ങനെയൊക്കെ ആയിരുന്നു. ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞു, പിന്നെ ഈ പറഞ്ഞ പലതരത്തിലുള്ള പല സ്വഭാവക്കാരെ നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റി. ഒത്തിരി സാധുക്കൾ, അതായത് ഒരു തെറ്റുകൾ പോലും ചെയ്യാതെ ചില മക്കൾ വന്ന് വിളിക്കാതെ, അതായത് ജയിലിൽ ഇതെല്ലാം കഴിഞ്ഞു, അവർക്ക് ജാമ്യമൊക്കെ കിട്ടി, പക്ഷെ എന്നിട്ടും അവിടെ മക്കള് വിളിക്കാൻ ചെല്ലുന്നില്ല അമ്മമാരെ. അങ്ങനെയുള്ളവരൊക്കെയാണ്. അതൊക്കെ ഭയങ്കര നമുക്ക് കാണുമ്പോഴേ അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഈ അമ്മമാരിയ്ക്കുക. അപ്പം ഞാനൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് പറയും, മോളെ എന്നെ ജാമ്യത്തിൽ വിട്ടു കേട്ടോ, അപ്പം നാളെ എൻ്റെ മോൻ വരും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എത്രയോ വർഷങ്ങളായ ആൾക്കാരുണ്ട് അവിടെ. അപ്പം അതൊക്കെ ഭയങ്കര
പൊതുവെ എനിക്ക് അവിടെ കൊണ്ട് വേറെ ഒരു എന്താണ് അങ്ങനെ ഒരു വഴക്ക് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ വെറുതെയാണ്. അതൊക്കെ കെട്ടുകഥകളാണ്. ജയിലിലെ ഉപദ്രവങ്ങൾ അതൊക്കെ വെറുതെയാണ്. ഇപ്പം അവിടെ നിന്ന് ഇപ്പം പറഞ്ഞല്ലോ പല പല ആൾക്കാരാണെന്ന്. അതിൽ നിന്ന് ചേച്ചിക്ക് ഇൻസ്പയർഡ് ആയ എന്തെങ്കിലും വ്യക്തികളുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങൾ പറയും. അതിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നു? ഇല്ല, വ്യക്തി എന്ന് പറയാനില്ല. പിന്നെ എൻ്റെ കൂടെ ഒരു അമ്മയുണ്ടായിരുന്നു. ഞാനും അമ്മയുള്ള ഒരു പ്രായമുള്ളൊരു അമ്മയായിരുന്നു. അവരുടെയാണ് ഈ മോൻ്റെ കാര്യം പറഞ്ഞത്. അവർ വരും, എനിക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് അത് മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇരുന്നൊക്കെ ഇറങ്ങിയിട്ടാണെങ്കിൽ ഞാൻ ആ വഴിയൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചിന്തിക്കും, ഇവർ പോയിട്ടുണ്ടാവുമോ, മക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക. എനിക്ക് അത് മാത്രമേ, ബാക്കി പിന്നെ ഒത്തിരി പേര് വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു, മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി ഇപ്പം ഇഷ്യൂവിൽ പെടുന്നു. അപ്പം അതിനുശേഷം പല ആൾക്കാരും പലതും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു എക്സ് ഹസ്ബൻഡ് ഒരു ഇന്റർവ്യൂ കൊടുത്ത ഒരു ഇഷ്യൂ. ആ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു? ഇന്റർവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അത് അദ്ദേഹം പ്രതികരിച്ചതല്ലേ. അപ്പം എനിക്ക് പിന്നെ അതിൻ്റെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം സത്യങ്ങൾ നമുക്കറിയാലോ. അപ്പം അവരത് പ്രതികരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, അങ്ങ് വിട്ടു പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. ഇനി ഡിവോഴ്സായി. കേസ് കംപ്ലീറ്റ് ആയി. കേസ് കംപ്ലീറ്റ് ആയി, ഡിവോഴ്സായി. ഇപ്പൊ ജീവിതത്തിൽ ഒരു കൂട്ട് വേണം എന്നൊക്കെ തോന്നി തുടങ്ങിയോ? കൂട്ട് വേണം എന്നുള്ളത്, കൂട്ട് വേണം. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഇത്രയും സ്ഥാപനങ്ങളുണ്ട്, അമ്മയുള്ളൂ, ഞാനുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ ഈ പറഞ്ഞ ഇതൊന്നും എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടുപോകണമെന്നും എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അതാ പറഞ്ഞത് 63 വർഷമായി. അപ്പം നമ്മുടെ കാലം കഴിയുന്നിടം വരെ ഇതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ ഒരാൾ തന്നെ അമ്മ ഏജായിട്ട് വരികയല്ലേ. അപ്പം നമ്മുടെ കൂടെയുള്ള അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമുക്ക് എന്തായാലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ വിചാരിച്ച എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം വേണം, കൂട്ട് വേണമെന്നുണ്ട്. പക്ഷെ അതിപ്പോൾ തൽക്കാലം എന്തായാലും ഉടനെ ഒന്നുമില്ല. ഇപ്പം നമ്മളിങ്ങനെ ഇപ്പം നാളൊരു എന്തായാലും ഇപ്പോൾ കൂട്ടാഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയൊരു ശാലുമേനോൻ ഇനി അടുത്തൊരു വിവാഹത്തിലേക്ക് ചുവടെടുത്ത് വെക്കുമോ? ഇനിയൊരു വിവാഹം ഉണ്ടാവും, പക്ഷെ അത് ഉടനെ ഒന്നും ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോന്നു. അപ്പം അതിൻ്റെ സമയമാകുമ്പോൾ ഈ കല്യാണത്തിന് അങ്ങനെ ഒരു കാര്യം സമയമാകുമ്പോഴെല്ലാം നടക്കുള്ളൂ. അതെ. അപ്പം അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടിരിക്കുക. സമയമാകുമ്പോൾ നടക്കുമായിരിക്കും, വരട്ടെ, അത്രേ ഉള്ളൂ. ഈ സമയം അല്ലാത്ത സമയത്ത് നടന്നതാണെങ്കിൽ അത് പോവുകയും ചെയ്യും. അതെ അതെ അല്ലേ? ഇപ്പം എന്തെങ്കിലും ഇപ്പം പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ മരണം വരെ മനസ്സിലുണ്ടാവുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച് കോൺസെപ്റ്റുകൾ ഏതൊരാണിനും ഏതൊരു പെണ്ണിനും ഉണ്ടാവും. അതുപോലെ ചേച്ചിക്ക് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ എന്താണ് നമ്മളെ എല്ലാം പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, പരസ്പരം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, അതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അല്ല, വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതെ. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. പിന്നെ അങ്ങനെ ഒരു ആളെയാണ്. അല്ലാതെ പിന്നെ ചിലർ ചോദിക്കുമല്ലോ ഭംഗി, അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ സുന്ദരം അങ്ങനെയൊന്നുമില്ല. ഇതാണ് മെയിൻലി കാര്യം, അത്യാവശ്യം സൗന്ദര്യം ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അവിടെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്താലും, നമ്മൾ ചുരിദാറിട്ട് വന്നാലും, സാരി എടുത്ത് വന്നാലും, മോഡലിംഗ് ഡ്രസ്സ് ഇട്ടാലൊക്കെ കുറ്റമായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ സെക്ഷലൈസ് ചെയ്യപ്പെടുന്നത് സ്ത്രീ ശരീരമാണ്. അപ്പൊ അതിന്റെയൊക്കെ പല ആൾക്കാരും ഇരയായിട്ടുണ്ട്. അതിലൊരാളാണ് ശാലുമേന. അപ്പൊ ചേച്ചി ആ ഒരു സൈബർ ബുള്ളിങ്, ആ ഒരു ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ നേരിട്ടത്? മീൻസ് ഓൾറെഡി എൻ്റെയൊക്കെ ഈ മോർഫിങ് വന്നിട്ടുള്ളതാണ്, അത് നമുക്കറിയാം. അത് മോർഫിങ് ആയിരുന്നു എന്നുള്ളത് അറിയാം. പിന്നെ അതെനിക്കൊരു 2009 ആ സമയത്ത് എന്തോ ആയിരുന്നു. അപ്പം ഇപ്പം ഈ പലരുടെയും ഇതുപോലെ ഉണ്ടല്ലോ. അപ്പം നമുക്കിത് കാണുമ്പോൾ അറിയാം ഇത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളിത് കാരണം ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാം ഇതിങ്ങനെ ആയിരുന്നു. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്താ പറയുക, ഇപ്പോഴും ഈ പറഞ്ഞ പോലത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ എനിക്ക് വരാറുണ്ട്. അതും എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ഇവർ ഈ മെസ്സേജ് അയക്കുന്നവർക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളവരുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി അല്ലാത്ത ഇത് ഫേക്ക് എന്നൊക്കെയാണ് എനിക്ക്. എന്നാൽ ഐഡൻറ്റിറ്റി ഉള്ള അതിൽ നിന്ന് തന്നെ സ്ട്രൈറ്റ് അയക്ക്, അത് ചെയ്യത്തില്ല. ഇത് വേറെ ഫേക്കിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വരുന്നത് ഫേക്ക് ഐ ഡിന്നാണ്. വളരെ മോശം. ചിലത് ഞാൻ പ്രതികരിക്കും, ചിലത് ഞാൻ അങ്ങ് വിട്ടേക്കും. പിന്നെ ഇതിൻ്റെ നേരെ ഉണ്ടാവുള്ളൂ നമ്മൾ. ഇപ്പം കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനോടൊക്കെ എങ്ങനെയാ റിയാക്ട് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഞാൻ നല്ല നല്ല കമന്റ്സ് മാക്സിമം ഞാൻ എല്ലാവർക്കും ഞാൻ കമന്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ തീരെ നിവൃത്തിയില്ലാത്ത മെസ്സേജ് വരും മാത്രം ഒന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. പിന്നെ കുറേയൊക്കെ ഞാൻ കളയും. ഇപ്പോൾ വീഡിയോ
നമ്മൾ റിലീസായെന്ന് പറഞ്ഞല്ലോ, പോസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ, ആ സമയത്ത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ പറയും അത് AI ആണ്, അത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു സമയത്ത് ഇത് എഡിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ആണ്, ഫേക്ക് ആണെന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് അത് ഓക്കെ ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഇത് റിയൽ ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പറയും ഫേക്ക് ആണ്, ഹല്ലി വല്ലി എന്ന് പറയും. ആ ഒരു സമയത്ത് ചേച്ചി അതെങ്ങനെ ഹാൻഡിൽ ചെയ്തത്? കാരണം ആൾക്കാർ അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമ്പോഴും ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്നേക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയായിരുന്നു? അത് ശരിക്കും അത് വന്നു കഴിഞ്ഞു എന്നോട് ആരും ചോദിച്ചിട്ടില്ല, അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. പലരും കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാൽ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും അധികം ആരും ചോദിച്ചിട്ടില്ല ശരിക്കും. ഞാനത് വന്നു കഴിഞ്ഞ് ഈ പറഞ്ഞ നമ്മളെ അല്ല ഇപ്പം എന്ത് ചെയ്യാനാ, കുറച്ച് വിഷമിച്ചു ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ അത് വന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മളതിൻ്റെ പിന്നാലെ നീങ്ങിയില്ലെന്നുള്ളതാണ്. മീൻസ് ആ സമയത്ത് അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കായിരുന്നു സൈബർ സെൽ വഴി. പക്ഷെ അതിനുള്ള ഒരു എന്താണ് സാഹചര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയില്ല, അത് വന്നു. പിന്നെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല അങ്ങനെ, അല്ലെങ്കിൽ ഇതിങ്ങനെ എന്തായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആരും ചോദിക്കാറില്ല. കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വിശ്വസിച്ചിട്ടുണ്ടാവും, പക്ഷെ നേരിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റിവിറ്റി പറയുന്നത് നമ്മുടെ പുറകിൽ നിന്നിട്ടാ, മുന്നിൽ വന്നിട്ട് ആർക്കും ഈ കമന്റ് ഇടുന്നത് മെസ്സേജ് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് പറയാൻ ധൈര്യമില്ല. ഇല്ല, അതാണ് അത് അങ്ങനെ വന്ന് പറഞ്ഞാൽ ഓക്കെ, അതിലിതുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ ഫേക്ക് വന്നിട്ട് അത് എന്തൊക്കെയാണോ ചില മെസ്സേജുകൾ വരുന്നത്, അയ്യോ രക്ഷയില്ല. അത് പക്ഷെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി സാധാരണ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും വരും, നമുക്ക് ഭയങ്കര അത് അങ്ങനെയുള്ള ചിലർ ഉണ്ടെന്തോ. ഇതിങ്ങനെ ഈ ചുമ്മാ ചൊറിയുന്നവരില്ലേ, അതാണ് ഇതിനു വേണ്ടിട്ട് ഇരിക്കുന്ന ടീംസ് ആയിരിക്കാം. പക്ഷെ അവർ പകൽമാനിയമാരായിരിക്കും. അവർക്ക് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമില്, പക്ഷെ അവർക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. സത്യമാണ്. ഞാൻ ആരെ കുത്തി പറയാന്ന് ഇനി അഥവാ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാം. ഇപ്പൊ അങ്ങനെയൊക്കെ ഹരാസ്മെന്റ് ഇപ്പം ചേച്ചിക്കാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും എനിക്കെതിരെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഇതേപോലെ മുന്നോട്ട് പറയാനും അത് ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ധൈര്യമുണ്ട്. പക്ഷെ നമ്മളെ പോലെ ധൈര്യം ഇല്ലാത്ത കുറച്ച് ആൾക്കാർ പെൺകുട്ടികളുണ്ടാവും. അവരോട് ചേച്ചിക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് ഇപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും പറയാനുള്ള വെച്ചാൽ നമ്മളിതൊന്നും കണ്ട് നമ്മൾക്കറിയാലോ സത്യാവസ്ഥ എന്നാണ്. നമ്മളിത് കേട്ടോ അയ്യോ എൻ്റെ ജീവിതം വലിയ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഇരിക്കരുത്. നല്ല ഈ പറഞ്ഞ ബോൾഡായിട്ട് മുന്നോട്ട് നമ്മുടെ കാര്യങ്ങൾ അടുത്ത് എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അതിൽ ആക്റ്റീവായിട്ട് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നീങ്ങുക, അത്രേ ഉള്ളൂ, മുന്നോട്ട് പോകുക. അല്ലാതെ ഇത് ഓർത്ത് വിഷമിച്ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്, വെറുതെ നമ്മുടെ ജീവിതം പോത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ അവസരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ചില സ്ഥലങ്ങളിൽ നിന്നൊരു അവഗണന ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ജോലി സ്ഥലത്ത് ചേച്ചിക്ക് ഇപ്പം അവസരങ്ങൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കിട്ടേണ്ട റോൾസ് പിന്നീട് മാറ്റി പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ജയിലിൽ നിന്ന് വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പല അത് ചെയ്തുകൊണ്ടിരുന്ന സീരിയലിലെ ഡയറക്ടേഴ്സിനെ തന്നെ വിളിച്ച് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്, ഈ ജയിലിലൊക്കെ ജയിലിൽ കിടന്നവരൊക്കെയാണോ ഇതിൽ അഭിനയിക്കാൻ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ സ്പീക്കറിൽ കേട്ടിട്ടുണ്ട്. ഡയറക്ടർ തന്നെ ഓണാക്കി സ്പീക്കറിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതായിട്ട് കേട്ടു. അപ്പോൾ എനിക്ക് ചുമ്മാതാന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ജയിലിൽ കിടക്കുന്നവരെല്ലാം കുറിച്ചാണോ സീരിയലിൽ അഭിനയിക്കുന്നത്, വേറെ ആൾക്കാരൊന്നും കിട്ടാഞ്ഞിട്ടാണോ മറ്റേതാണോ മറിച്ച്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ക്യാരക്ടറിന് ഇവർ ആപ്റ്റാണ്, അവർ ജയിലിൽ കിടന്നാണോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടങ്ങ് ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുക. അങ്ങനെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം എന്താണ് കറന്റ്ലി ഇപ്പം ഏത് സീരിയൽസ് ആണ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂന്ന് പറഞ്ഞ മഴവില്ല മനോരമയിൽ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നു. 1500 എപ്പിസോഡ്സ് ആയി. ശരിക്കും 7 വർഷമായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ത്രൂ ഔട്ടുള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ. അപ്പോൾ അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം സീ കേരളത്തിൽ പുതിയതായിട്ട് വാത്സല്യം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ, അതിപ്പോൾ ഇങ്ങനെ 2 എണ്ണം ചെയ്യുന്നുള്ളൂ. അപ്പോൾ കറന്റ്ലി സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഡാൻസിലേക്ക് വരുമ്പോഴേക്കും ഡയറക്ഷൻ ചെയ്യുന്നു. പിന്നെ കോറിയോഗ്രഫി ഉണ്ട്. നാഗവല്ലി മനോഹരി എന്ന് പറഞ്ഞിട്ട് നാഗവല്ലിയുടെ റിയൽ സ്റ്റോറിയാണ് ഇപ്പം. അതൊരു എന്താണ് ശരിക്കും ആലപ്പുഴയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഈ നാഗവല്ലിയുടെ ഒറിജിനൽ സ്റ്റോറി. അത് നമ്മൾ സിനിമയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ റിയൽ സ്റ്റോറി എടുത്തിട്ട് കുറച്ച് അതിനകത്ത് ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പരീക്ഷണമാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഇപ്പം ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ശരത്തേട്ടനാണ് മ്യൂസിക് ഫുള്ള്, ശരത്തേട്ടനാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് ഇപ്പം ഒക്ടോബർ ലാസ്റ്റോടുകൂടി നമ്മളത്
എന്താണ് റിലീസ് ചെയ്യും. ഇപ്പൊ നല്ല സുന്ദരിയായിട്ട്, സുന്ദരി എന്ന് വെച്ചാൽ തടിച്ചവരും സുന്ദരിയാണ്, ഇനി അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഡാൻസർ എന്ന് പറയുമ്പോൾ ഒരു മെയ് വഴക്കം, ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ആവശ്യമുള്ളതാണ്. അപ്പൊ ഡയറ്റ് ഒക്കെ എടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു സുന്ദരിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് സുന്ദരിക്ക് ഒരു ഗെയിം വരാം. അത് ശരി. ഗെയിമിലേക്കായിരുന്നു ഞാൻ പൊക്കിക്കൊണ്ടുവന്നതൊക്കെ. ഒന്നുമില്ല, ചേച്ചിക്ക് ഒരു സിറ്റുവേഷൻ തരും, കുഞ്ഞു കുഞ്ഞു സിറ്റുവേഷൻ. അതിൽ ചേച്ചീൻ്റെ എക്സ്പ്രഷൻ ഇട്ടാൽ മതി. ഓക്കെ. ഫസ്റ്റ്, ചേച്ചി ചെയ്തൊരു വർക്കിന് ഓസ്കാർ നോമിനേഷൻ കിട്ടുന്നു. കിട്ടുന്നു എന്ന് ന്യൂസിൽ അറിയുന്നു. ന്യൂസ് കാണുന്നു. ന്യൂസിൽ ശാലു മേനോൻ ഓസ്കാർ വിന്നർ നോമിനേഷനിലേക്ക്. ദൈവം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്തത്, ഇഷ്ടമുള്ള, ഒരുപാട് നാളായിട്ട് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോൾ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഉള്ളൊരു നാണവും ആ ഒരു ഭയങ്കര സംഭവം സംസാരിച്ചോണ്ടിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഓക്കെ ജസ്റ്റ് ഇത് ജീവിച്ചതല്ലേ? അതെ, ജീവിക്കുക. ഓക്കെ. എക്സാമില് സ്ട്രിക്റ്റ് ടീച്ചറാണ്, കാണാതെ കഷ്ടപ്പെട്ട് കോപ്പി അടിക്കുന്നു. ഞാൻ ടീച്ചർ എക്സാം എഴുതിക്കൊണ്ടിരിക്കല്ലേ? ശാലു നേരെ ഇരുന്ന് എഴുതൂ. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുട്ടി എന്താണ് നോക്കുന്നേ? മതി, എനിക്ക് നല്ല അനുഭവമില്ലേ? കോപ്പി അടിച്ചിട്ടുണ്ടോ? ഇല്ല, കോപ്പി അടി കുറവായിരുന്നു. സീരിയസ്ലി അങ്ങനെ വലിയ കോപ്പി അടിയൊന്നുമില്ലായിരുന്നു. അടുത്തത്, സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, പക്ഷെ ചേച്ചിക്ക് ചിരി വരും. അങ്ങനെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളാ ചെയ്തത് ശരിയായില്ല. ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നതാകിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഞാൻ സീരിയസ് സിറ്റുവേഷൻ കോമഡി. ലാസ്റ്റ്, ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ്, പക്ഷേ സ്നേഹത്തിന്റെ പുറത്ത് ചേച്ചിക്ക് അത് കഴിക്കേണ്ടി വരും. ഓക്കെ, മോളത് കഴിക്കുക. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് എൻ്റെ മോൾക്ക് വേണ്ടി. കഴിച്ചു നോക്കിയിട്ട് വേറെ ഇഷ്ടായോ? നല്ല ടേസ്റ്റ് ഇല്ലേ? പിന്നെ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയതാ. കുറച്ചുകൂടെ ഒഴിക്കാം. വേണ്ട അതെ, കഴിക്കും മോളെ. സൂപ്പർ, അടിപൊളി. ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുള്ള ആളെ അതാ ഇഷ്ടം. എനിക്കറിയാം അത് ഇഷ്ടപ്പെടുമെന്ന്. അതാണ് എനിക്ക് ഇഷ്ടമായത്. ഓക്കെ, അടിപൊളി, എല്ലാം അടിപൊളി. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ് ചേച്ചിയുടെ വിശേഷങ്ങൾ. നമ്മൾ ആക്ച്വലി ഇന്റർവ്യൂ കഴിഞ്ഞ ആഴ്ച എന്തോ പ്ലാൻ ചെയ്തതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നാണ് അത് നടക്കാനുള്ള സമയം വന്നത്. അപ്പം ഒരുപാട് സന്തോഷം ചേച്ചിനെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്ന വില്ലത്തിയാണോ ദുഷ്ടന്മാരാണോ നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും നമ്മൾ അവരോട് നേരിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് അവരെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറും. അപ്പോൾ നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ അവരോട് മാക്സിമം ഒന്ന് അറിയാൻ ശ്രമിക്കുക, അല്ലെ? എന്നിട്ട് വേണം കുറ്റപ്പെടുത്തുക. അത് ഇവിടെ നല്ല നമ്മളെ കോമൺ ആയിട്ട് പറഞ്ഞു. അതെ തീർച്ചയായിട്ടും. അപ്പം ചേച്ചിക്ക് ഇപ്പോൾ നാഗവല്ലിക്കും സിനിമയുടെ പേരെന്താ? സിനിമ ഭീമനർത്തകിക്കും ചേച്ചിയുടെ ഡാൻസ് ലൈഫിനും ആക്ടിങ് ലൈഫിനൊക്കെ ഒരു എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പം എങ്ങനെയാണോ ധൈര്യമായിട്ട് ഇതുവരെ എത്തിയത്, ഇതിലും കൂടുതൽ ധൈര്യമായിട്ട് തോക്കാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.